بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. ത്രിദിന പ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമായ ഇന്ന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, വേദിയെ ധന്യമാക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ, ഈ പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയും ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും പൾസ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ സമ്മേളന നഗരിയിൽ വന്നു ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഹൃദയരെ, പുളിക്കലിൻ്റെയും പെരിയമ്പലത്തിൻ്റെയും ഇടയിൽ ടൗണിനെപ്പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഉച്ചഭാഷിണി വെച്ചിട്ടുണ്ട്. സദസ്സിൽ വരാത്ത ആളുകൾക്ക് ഇതിൻ്റെ രണ്ട് വശങ്ങളിലും ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണം കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. കാലം അതിൻ്റെ അനുസ്യൂതമായ പ്രവാഹത്തിനിടയിൽ അള്ളാഹുവിൻ്റെ അത്യപാരമായ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മനുഷ്യന്റെ ആത്മാവ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് ഏത് നിമിഷവും നമ്മളിലേക്ക് കടന്നു വരും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ.
അങ്ങനെയൊരവസ്ഥാവിശേഷമുണ്ടാകുമ്പോൾ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് അവസരം ലഭിക്കുകയില്ല. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, അവരുടെ വിവാഹം നടക്കട്ടെ എന്നിട്ട് മരിക്കാം എന്ന് തീരുമാനിക്കാൻ അവസരമില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു എൻ്റെ വീട്, അതിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്, അതുകൊണ്ടൊന്ന് നീട്ടിത്തരണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ എങ്ങാനും മരണം വിധിക്കപ്പെട്ടാൽ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നാഴിക അല്ലാഹു നമ്മളെ പിന്തിച്ചിടുകയില്ല. ഇല്ല, ഒരാളെയും ഒരു നാഴികയും അല്ലാഹു പിന്തിച്ചിടുകയില്ലെന്ന് 16-ാം അധ്യായം 61-ാമത്തെ വചനത്തിലും 35-ാം അധ്യായം 45-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. മരണം വന്നെത്തുന്നതിന് മുമ്പ് മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെയും അതിന്റെ വ്യാഖ്യാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടവരാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മനുഷ്യ സമൂഹം. മരണാനന്തരം ഒന്നുമില്ലെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. മരണത്തിന് ശേഷം ശുദ്ധമായ ഒരു ശൂന്യത, താൻ എന്തിനു വേണ്ടി ജീവിച്ചു എന്ന് പോലും അറിയാത്ത വല്ലാത്തൊരവസ്ഥാവിശേഷം. ഇന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ഒരു യൗവനമായിരുന്നു എന്റേത് എന്ന് തിരിച്ചറിയാൻ പോലും ആവാത്ത മരണം. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നാം അറിയുന്നു മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന്, അവിടെ രക്ഷയുടെയും ശിക്ഷയുടെയും ലോകമുണ്ടെന്ന് നാം അറിയുന്നു. അവിടെ ദുഃഖിക്കാതിരിക്കാൻ, അവിടെ ഭയപ്പെടാതിരിക്കാൻ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ദൗത്യം മറന്ന മുസ്ലിം സമുദായം എന്ന ഒരു വിഷയം ഒരു 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേ സ്ഥലത്ത് വേദിയിലല്ലെങ്കിലും പബ്ലിക്കിൽ അവതരിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ദൗത്യം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയത്തിൽ ഇസ്ലാമിക സംഘടനകളുടെ ഇന്നത്തെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് പ്രമാണപരമായി അന്ന് ഞാൻ സംസാരിച്ചിരുന്നതും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്ന് ഇൻഷാ അല്ലാഹ് പരമകാരുണ്യകനായ റബ്ബിന്റെ ഭാരമായ അനുഗ്രഹത്തിന്റെ തണലിൽ ഇവിടെ നമ്മളൊരു പുതിയ ശ്രദ്ധേയമായ ഒരു വിഷയം ഇന്ന് അവതരിപ്പിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണമെന്നത് ജീവവായു പോലെ പ്രധാനമാണ്. പ്രമാണങ്ങളെ അവലംബിക്കാത്തവർക്ക്, തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവർക്ക് പരലോകത്ത് രക്ഷയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രമാണം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയം സംസാരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇന്നലെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്ന വിഷയം അവതരിപ്പിച്ചു. മെനയാന്ന് വാണിജ്യവൽക്കരിക്കപ്പെടുന്ന കച്ചവടം, ആത്മീയത എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് അതെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പ്രമാണം മറന്ന മുസ്ലിം സമുദായം എന്ന വിഷയമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. കാലക്കീലകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തുന്നവർ നമ്മുടെ നാടുകളിലുണ്ട്. ഊഹങ്ങളുടെയും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആദം അലൈഹിസ്സലാം സ്വർഗലോകത്ത് നിന്ന് ഭൂമി ലോകത്തേക്ക് വരുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ തിരിച്ചു സ്വർഗത്തിലേക്ക് പോകണം. ഏതൊരു സ്വർഗത്തിൽ നിന്നാണോ ഭൂമി ലോകത്തേക്ക് വന്നത്, നിർഭയം, ദുഃഖമില്ലാതെ, ആകുലതകളില്ലാതെ ആ സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലണം. എന്തുണ്ട് വഴി? എന്താണതിനുള്ള വഴി? പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതിയുള്ള മനുഷ്യന് അവന്റെ കണ്ണുകൾക്കപ്പുറത്തുള്ള ഒരു ലോകത്തിലെ രക്ഷയെക്കുറിച്ച് പറയാൻ അവകാശമില്ല. ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെയാണ് പരലോക വിമോചനം സാധ്യമാകുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആത്മാവ് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ടും ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ലാത്തതുകൊണ്ടും തീർച്ചയായും അല്ലാഹുവിങ്കൽ നിന്ന് പ്രത്യേകമായി ലഭിച്ച ആത്മാവ്, അവൻ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച ആത്മാവ്, മണ്ണിന്റെ ഭാഗമല്ലാത്ത ആത്മാവ്, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ അവയവങ്ങൾ എല്ലാം മണ്ണിന്റെ ഭാഗമാണ്. വല്ലാഹു അംബതകും മിനൽ അർളി നബാത, വല്ലാഹു അംബതകും മിനൽ അർളി നബാത.
ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു. വിശുദ്ധ ഖുർആൻ 71-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ കാണും, വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു. ഈ ഭൂമിയുടെ ഭാഗമായിരുന്നു നമ്മൾ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഗീദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ, ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു നമ്മൾ. ഈ മണ്ണിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോയി വെക്കും. ഈ മണ്ണിൽ നിന്ന് തന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. അന്ന് ഇദസ്സമാഉം ഫതറത് വൈദൽ കവാകിബും തസറത് വൈദൽ ബിഹാറു ഫുജിറത് വൈദൽ ഖുബൂറു ബുസിറത്. അതേ, ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും. മണ്ണിന്റെ ഭാഗമായ മനുഷ്യനെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, അപ്രകാരം ഒരു ഉയർത്തെഴുന്നേൽപ്പ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച സൂറത്ത് ഖാഫിൽ തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 71-ാം അധ്യായത്തിലും ഈ കാര്യം നമ്മളെ ഗൗരവമായി ഓർമ്മപ്പെടുത്തി. നമുക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ളൊരു യാത്രയുണ്ട്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഖുൽ നഹ്ബിസൂ മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വചനം ഖുർആനിലെ 2-ാം അധ്യായം 38-ാമത്തെ വചനമാണ്. ഖുൽ നഹ്ബിസൂ മിൻഹാ ജമീഅ, നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളി. ആദം അലൈഹിസ്സലാമിനോട്, ഹവ്വാ ബീവിയോട്, അതുപോലെ ഇബ്ലീസിനോട് എല്ലാം ഭൂമുഖത്തേക്ക് ഇറങ്ങിപ്പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ആദം നബിയെ ഓർമ്മപ്പെടുത്തി, ഖുൽ നഹ്ബിസൂ മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം അടിവരയിടണം. ഈ പ്രസംഗം പുളിക്കൽ മുസ്ലിം സംഘടനകളിൽ എല്ലാവരും കേൾക്കുന്നുണ്ടാവും. എല്ലാ സംഘടനകളും കുറച്ചെങ്കിലുള്ള ഒരു സ്ഥലമാണ്, ഒരു കൊട്ടയിലായിട്ടുള്ള സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അനവധി ചിന്താധാരകളുടെ ഓളങ്ങൾ തലതെല്ലുന്ന പുളിക്കലിന്റെ മണ്ണിൽ, സാംസ്കാരിക പൈതൃകങ്ങൾ ഉറങ്ങുന്ന പുളിക്കലിന്റെ മണ്ണിൽ, അറബിക് കോളേജുകളുടെ വേലിയേറ്റം നടന്ന പുളിക്കലിന്റെ മണ്ണിൽ, നവോത്ഥാന ചിന്തകളുടെ പുതിയ പ്രഭവകേന്ദ്രമായി വളർന്ന ഈ പുളിക്കലിന്റെ മണ്ണിൽ, ഗതകാല സ്മരണകൾ അഴവുറക്കുന്ന ഈ പുളിക്കലിന്റെ മണ്ണിൽ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമായി തീരുമെന്ന വിശ്വാസത്തിലാണ് പരമകാരുണ്യകനും കരുണാവാരിധിയുമായ റബ്ബിന്റെ തൗഫീഖോടുകൂടി നാം ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ദുഃഖമില്ലാത്ത പരലോകത്തിലെ ജീവിതം, ഭയപ്പെടാനില്ലാത്ത പരലോകത്തിലെ ജീവിതം, ആ ജീവിതം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള മാർഗദർശനം അനുസരിച്ച് ഒരു ജീവിതം ഉണ്ടാകണം നമുക്ക്. അല്ലാഹു പറയാണ്, എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നോക്കൂ, എന്നിൽ നിന്നുള്ള മാർഗദർശനം. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കണം. അള്ളാഹുവിങ്കൽ നിന്ന് ഉറപ്പുള്ള മാർഗദർശനം പിൻപറ്റിയാൽ ദുഃഖിക്കണ്ട. അടിവരയിട്ടെ ഓരോ സ്ത്രീയും ഓരോ പുരുഷനും അടിവരയിട്ടൊന്ന് മനസ്സിലാക്കിയേ. എന്താ അള്ള പറഞ്ഞത്? അള്ള തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ആ എന്ന് പറഞ്ഞ് കൈകടിച്ചിട്ട് കാര്യമില്ല, വിലപിച്ചിട്ട് കാര്യമില്ല. അള്ള തീർത്തു പറഞ്ഞു, എന്നിൽ നിന്നുള്ള മാർഗദർശനം അതാണോ ഇവിടെ പിൻപറ്റണത്? എന്റെ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നത് അള്ള അവതരിപ്പിച്ച പ്രമാണം അനുസരിച്ചാണോ? അള്ള അയച്ച പ്രവാചകന്മാരെ അനുസരിച്ചാണോ? ഇത് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കണം. എങ്ങനെയാ നമ്മുടെ കർമ്മങ്ങൾ രൂപപ്പെട്ടത്? നാം നെഞ്ചത്ത് കൈകെട്ടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില്? മുജാഹിദുകളൊന്നും വേറിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാ? അല്ലല്ല. നമ്മൾ തല ഒരു പ്രാവശ്യം തടവുന്നത് ചുമ്മാ തടവിയതാ? അല്ല, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രമാണം എന്താണോ ആ പ്രമാണമനുസരിച്ച് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കർമ്മധർമ്മങ്ങളെയും രൂപപ്പെടുത്തിയെടുക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ആലോചിക്കണം, ചിന്തിക്കണമെന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. സൂറത്ത് ബഖറയിലെ 38-ാമത്തെ ഈ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ അതിനെ ആർ പിന്തുടരുന്നുവോ, കണ്ടോ, അവന്റെ ജാതി എന്ന് പറഞ്ഞാൽ അവന്റെ ദേശം, അവന്റെ ഭാഷ, അവൻ ജനിച്ച തറവാട്, ഇതൊന്നും അള്ള നോക്കൂല. അള്ള നോക്കുക ഒരു വ്യക്തി പ്രമാണങ്ങളെ അവലംബിക്കുന്നുണ്ടോ. എന്നിട്ട് പടച്ചോൻ പറഞ്ഞത് എന്താ? അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചാൽ ഭയപ്പെടേണ്ടി വരില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു അർത്ഥമുണ്ട്. എന്താ? ആർ എന്നിൽ നിന്നല്ലാത്ത മാർഗദർശനത്തെ പിന്തുടരുന്നുവോ അവർ ദുഃഖിക്കേണ്ടി വരും നിശ്ചയം, അവർ ഭയപ്പെടേണ്ടി വരും നിശ്ചയം. അതാണ് അള്ളാഹു പറഞ്ഞതിന്റെ പൊരുള്. ആയത്തിന്റെ നേരെ വിപരീതാശയം അതാണ്. ആർ എന്നിൽ നിന്നല്ലാത്ത മാർഗദർശനത്തെ പിൻപറ്റിയോ
അവർ ദുഃഖിക്കേണ്ടി വരും, അവർ ഭയപ്പെടേണ്ടി വരും. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ആയത്ത് പറഞ്ഞുതരാം. എളുപ്പത്തിൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം ഇത് ഖുർആനിക വചനത്തിന്റെ അകമ്പടിയുള്ളൊരു പ്രഭാഷണമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഇതര സംഘടനകളിൽ നിന്നൊക്കെ വേർതിരിക്കുന്നത് തൊള്ളത്താളമല്ല മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് ഏതൊരു വിഷയം ജനങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ടോ അത് പ്രമാണങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ഇനി കേട്ടോ, പ്രമാണങ്ങളെ അവലംബിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിച്ചിട്ടങ്ങ് രക്ഷപ്പെടാം എന്ന് പറയുന്ന ഒരു താവളം, അതാണോ പരലോകം? അത് പരിശോധിക്കപ്പെടുകയാണ്. കേട്ടോളൂ. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂല. എന്താ പറയുന്നത്? നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ദിവസം. മുഖം നരകത്തിൽ കുത്തി കാലുമേലോട്ടായി നരകത്തിൽ വീഴുന്ന ഒരു ദിവസം. അന്ന് അവര് പറയും, എന്റെ നാശമേ, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ അവലംബിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അഥവാ വിശുദ്ധ ഖുർആനിനെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്ത് പോകുമായിരുന്നില്ല. അപ്പൊ നരകത്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രമാണങ്ങളെ വിട്ടതുകൊണ്ടാണ്, പ്രമാണങ്ങളെ മറന്നതുകൊണ്ടാണ്, ചോദിക്കാതെ തൊണ്ട തൊടാതെ അറിവില്ലാതെ വിഴുകിയതുകൊണ്ടാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. 17 അധ്യായം 36 വചനം തുടക്കത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു പറയാ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിവ് വന്നു കിട്ടിയിട്ടല്ലാതെ, ഉസ്താദിന്റെ തലപ്പാവ് കണ്ട് ആ തോന്നിയാസത്തെ നീ വിശ്വസിച്ചു പോകരുത്. അല്ലാഹു പറയും, അറിവില്ലാതെ കേട്ടതും കണ്ടതും പിൻപറ്റിയാലേ ഒന്ന് മനസ്സിലാക്കണം, നീ ചുമ്മാ വിടില്ല നിന്നെ. പിന്നെ എന്താ? ഇന്ന സമഅ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? നിനക്ക് അറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത്. എവിടെ നിന്ന് തെളിവ് പിടിച്ചു? മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാക്ക് ഈ ആയത്തിനോട് ചേർത്ത് മനസ്സിലാക്കണം. ഇമാം അബൂ ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ അതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങരുത്, സ്വീകരിക്കരുത്. ഞാൻ എവിടെ നിന്നാണ് അതിന് തെളിവ് പിടിച്ചത് എന്ന് പരിശോധിക്കാതെ, ഞാൻ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞത്, പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞത് എന്ന് പരിശോധിക്കാതെ ഇമാം അബൂ ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പൊ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ഉമ്മമാർ മനസ്സിലാക്കണം, സഹോദരിമാരറിയണം. ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ സംഘടനയിലെയും ആളുകൾ, സംഘടനാ പക്ഷപാതിത്വത്തിനപ്പുറത്ത് മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിആ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഖുർആൻ പറയാണ് 30 അധ്യായം 32 വചനം, മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിആ. കക്ഷികളായി പിരിഞ്ഞ ആളുകൾ, വ്യത്യസ്ത കക്ഷികളായി പിരിഞ്ഞ ആളുകൾ, അവരവരുടെ കക്ഷിത്വത്തിൽ സ്വയം തൃപ്തരാണ്. എത്ര പ്രമാണം ഉദ്ധരിച്ചാലും അത് വഹാബികളല്ലേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് സമസ്തയല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലും, സമസ്തയാവട്ടെ, ആരാവട്ടെ, SDB ആവട്ടെ, ഏത് സംഘടനയാവട്ടെ, അവരേത് പ്രമാണങ്ങളെ അവലംബിച്ചു? അവർ പറയുന്നത് പ്രമാണമാണോ, തെളിവാണോ? ഇതാണ് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പരിഗണനീയമായിട്ടുള്ള കാര്യങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ എന്ന് 17 അധ്യായം 36 അല്ലാഹ് പറഞ്ഞതുകൊണ്ടാ. അല്ലാഹ് എന്താ പറഞ്ഞത്? ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോ, ഇതൊരു മുടി ഇതാ അള്ളാന്റെ റസൂലിന്റെ എന്ന് പറയുമ്പോഴേക്ക് കയറി ചാടി വിടണ്ട. കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കല്ലേ. കാരണം തീർച്ചയായും നിന്റെ കേൾവി, ആ കേൾവി ചോദ്യം ചെയ്യപ്പെടും. എന്ത് കേട്ടൂന്ന് ഈ പുളിക്കലിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും ആലോചിക്ക്. നമ്മുടെ കേൾവി അള്ളാഹ് ചോദ്യം ചെയ്യും. എന്താ കേട്ടത്, എന്താ കണ്ടത്, എന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ നൽകിയത്? അതുകൊണ്ടാണല്ലോ അള്ളാഹു എന്ത് പറഞ്ഞത്? 8 അധ്യായം 22 വചനം ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് സുമ്മും ബുക്കുമുൽ ലദീന ലാ യഖിലൂൻ. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ട ജന്തുക്കൾ ആരാണ്? ഡെഫ്, ബ്ലൈൻഡ് ആൻഡ് മ്യൂട്ടുള്ള ആളുകൾ. ഇത് കണ്ണല്ല കൊടുത്തിട്ടുണ്ട്, പക്ഷെ കാണേണ്ട ഒരു തെളിവും കാണുന്നില്ല. നല്ലതൊന്നിട്ട് മനസ്സിലാക്കണില്ല. കാതു കൊടുത്തു, നല്ലതൊന്നും കേൾക്കാൻ തയ്യാറല്ല, പ്രമാണങ്ങളെ പ്രാപിക്കാൻ തയ്യാറല്ല. എന്തൊരവസ്ഥാവിശേഷമാണിത്? ഇതെന്തൊരവസ്ഥാവിശേഷമാണ്?
അല്ല പറയാണ് അവരാണ് അള്ളാന്റെ അടുത്ത് ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള ആളുകൾ എന്ന് പടച്ച തമ്പുരാൻ പറയാണ്. അപ്പൊ അള്ളാഹുവിന് വെറുപ്പാണ് പ്രമാണങ്ങൾ നോക്കാത്തവരോട്, തെളിവുകളെ അന്വേഷിക്കാത്തവരോട്, കാര്യങ്ങൾ പഠിക്കാത്തവരോട്, ബുദ്ധി വർക്ക് ചെയ്യാത്തവരോട്. 17 സ്ഥലത്താണ് ഉലായിക്കഹും ഉലുൽ അൽബാബ് എന്ന് ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? യഅഖിലൂൻ തഅഖിലൂൻ എത്ര സ്ഥലങ്ങളിൽ? 78 സ്ഥലങ്ങളിലാണ് നിങ്ങൾ എന്തുകൊണ്ടാ ചിന്തിക്കാത്തതെന്ന് ചോദിച്ചത്. വല്ലാത്തൊരു ചോദ്യമല്ലേ അത്? എന്നിട്ട് മാത്രമല്ല, അബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന നബിയെ, അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ. എന്നിട്ട് ഫയത്തബിയൂന അഹ്സനഹു, അതിൽ പ്രമാണം അഹ്സനായിട്ടുള്ളത് ഖുർആനും സുന്നത്തുമാണ്. അതനുസരിച്ച് ജീവിക്കുന്നവർ, ആ പ്രമാണത്തോട് കൂറുപുലർത്തി ജീവിക്കുന്നവർ, ഉലായികല്ലദീന ഹദാഹുമല്ലാഹ് ഉലായികഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. അവർക്കേ അല്ലാഹ് ഹിദായത്ത് കൊടുക്കൂ. അല്ലേ? ഖുർആനിലെ 39-ാം അധ്യായം 17-18 വചനങ്ങൾ. വലഖദ് ദറഹ്നാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഗ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. 7-ാം അധ്യായം 179-ാമത്തെ വചനം. ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകം നിറയ്ക്കും. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാനുള്ള ഒരു ഹൃദയം കൊടുത്ത്. രക്തസംക്രമണത്തിന്റെ കേന്ദ്രബിന്ദു മാത്രമല്ല ഹൃദയം, ചിന്തകളുടെ ആന്തോളനങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് ഹൃദയം. 200 കോടി ബൃഹദ്ഗ്രന്ഥങ്ങളുടെ വിജ്ഞാനം സ്വീകരിക്കാൻ, അത് മെമ്മറിയിൽ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു മെമ്മറി സിസ്റ്റം പ്രപഞ്ചനാഥൻ നമുക്ക് നൽകി. ഇതൊന്നും ഓർക്കാതെ തൊണ്ട തൊടാതെ അങ്ങോട്ട് വിഴുങ്ങാണ്. എന്നിട്ട് പരലോകത്ത് എന്നിട്ട് അവിടെ ചെന്നിട്ട് കൈകടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് പറയാ എന്ത്? യാ വൈലത്താ ലൈതനി ലമ്മത്തഖദു ഫുലാനൻ ഖലീലാ. കണ്ടോ? ഞാൻ എന്നാലെന്നവനെ കൂട്ടുപിടിച്ചതുകൊണ്ട് അക്രമികൾ കൈകടിക്കുന്ന ദിവസം അവർ പറയും യഖൂലൂന യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല. കണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വഴിയുണ്ടല്ലോ, ആ കൃത്യമായ മാർഗം, വക്രതയില്ലാത്ത ആ വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേന്ന് പരലോകത്ത് ചെന്നിട്ട് വിലപിക്കുക. എന്നിട്ട് പറയാ എന്ത്? അവിടുന്ന് പറയാ ഞാൻ എന്നാലെന്നവനെ കൂട്ടുപിടിച്ചിട്ടാ എനിക്കിതൊക്കെ സംഭവിച്ചത്. എന്തിനടോ അവിടെ പോയിട്ട് വിലപിക്കണേ? പടച്ച തമ്പുരാൻ ഇത് ഇവിടുന്ന് പറഞ്ഞു തന്നു, ഇങ്ങനെ വരാനുണ്ട്. നേരത്തെ ഞാൻ ഓതിയ സൂറത്ത് അഹ്സാബില്ലേ, 33-ാം അധ്യായം 66-67 വചനം, അതിന്റെ അവസാന ഭാഗം എന്താണ്? അവിടുത്തെ 2-ാമത്തെ വചനം തന്നെ എന്തറിയോ? അല്ലാഹുവേ സാദത്തന വ കുബറാഅന ഫഅളൂന സബീല, സാദാത്യങ്ങളെയും അതായത് പണ്ഡിത ഹോജാക്കളെ അവരെ കണ്ടിട്ട് അവരുടെ വേഷവും വിധാനവും ഒക്കെ കണ്ടപ്പോ ഞങ്ങളങ്ങ് വിഴുങ്ങി. നോക്കണം, അവിടുന്ന് പറയാണ് പരലോകത്തുനിന്ന് സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും ഞങ്ങൾ അനുസരിച്ചു, അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് റബ്ബനാ ആതിൽ ലൈഫൈനി മിനൽ അദാബ്, പടച്ചോനെ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേന്ന് അവിടുന്ന് വിലപിക്കുകയാണ്. ഈ ലോകത്തുനിന്ന് ഇത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് അല്ലാഹ് നിയമത്തായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ തന്നു. നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇപ്പോ ഞാൻ മുജാഹിദ് പ്രസ്ഥാനം നിയമത്താണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ സമസ്തയെപ്പെട്ടോലെ കൂറിച്ചിരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് തന്ന പ്രകൃതിദത്തമായ ബുദ്ധി ഉസ്താദുമാർക്ക് പണയപ്പെടുത്താതെ സ്ലേവറി അത് നിങ്ങൾ ഒഴിവാക്ക്. അടിമത്തം, ബുദ്ധിപരമായ അടിമത്തം അത് നിങ്ങൾ ഒഴിവാക്ക്. പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കാനല്ലേ പ്രവാചകൻ വന്നത്? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. അല്ലാഹുവിന്റെ പ്രവാചകൻ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലുമൊക്കെ പേരെടുത്തു പറഞ്ഞ പ്രവാചകൻ, അതെ അദ്ദേഹം നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നു, തിന്മയെ തൊട്ട് വിലക്കുന്നു, പൗരോഹിത്യം ചാർത്തിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ. 7-ാം അധ്യായം 187-ാമത്തെ വചനം. അപ്പൊ പരലോകത്ത് വന്നിട്ട് അക്രമികളായ ആളുകൾ, ആരാ അക്രമി? ഡിസോർഡറായി ജീവിച്ചവൻ. എന്ത് ഡിസോർഡർ അവിടെ നടന്നത്? ഖുർആൻ നോക്കിയില്ല, പഠിച്ചില്ല, സുന്നത്തനുസരിച്ചില്ല, സലഫുകളുടെ വഴി സ്വീകരിച്ചില്ല. എന്നിട്ട് പരലോകത്തെന്ന് വിലപിക്കുകയാണ്. എന്നിട്ട് പറയാണെന്ത്? ലഖദ് അളല്ലനി അനിദ്ദിക്ർ. ഇത് നോക്കൂ, അവിടെ പറയണം എനിക്ക് ദിക്ർ, ഉത്ബോധനം, ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്നൊക്കെയുള്ള ഉത്ബോധനം വന്നു കിട്ടിയിരുന്നു.
അതിനുശേഷം പിശാച് എന്നെ വഴിതെറ്റിച്ച് കളഞ്ഞല്ലോ എന്ന് മനുഷ്യരവിടെ പറയും. തൊട്ടടുത്തായത്തെ ഏതാണ്? 25-ാം അധ്യായം 27, 28, 29. അതാപ്പോ പറഞ്ഞത്. 30-ാമത്തെ വചനോ വഖാലർ റസൂൽ, റസൂല് പറയും. കണ്ടോ, ഇത് അടിവരയിട്ട് പറ. ഇത് 21-ന് ശേഷമുള്ള ഒരു സിദ്ധാന്തമല്ല, ഇതിനൊരു നജിദിയൻ സിദ്ധാന്തമല്ല. ഇത് അള്ളാഹുവിന്റെ കലാം. 3-ാം അധ്യായം 3-ാമത്തെ വചനം. സുന്നി പരിഭാഷ എടുത്ത് നോക്കിയാൽ മതി. മുജാഹിദ് പരിഭാഷ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളെ പരിഭാഷ നോക്കിയാൽ പോലും നിങ്ങൾക്ക് സമസ്തയാകാൻ കഴിയില്ല. ഉടനെ മുജാഹിദാകണമെന്ന് തോന്നും. ഇത് വെറുതെ പറയുന്ന വാക്കല്ല. وقال الرسول يا رب ان قوم اتخذوا هذا القرآن مهجورا. അള്ളാന്റെ റസൂല് പരാതി പറയാൻ, എന്റെ ഉമ്മത്ത് ഈ ഖുർആനിനെ അഗണ്യകൊടിയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്റെ ഉമ്മത്ത് പ്രമാണമായ ഖുർആനിനെ തള്ളിക്കളഞ്ഞു, മറന്നുകളഞ്ഞു. അള്ളാഹു പരലോകത്ത് പറയുന്ന ഒരു കാര്യം കാണാൻ നിങ്ങൾക്ക്. അതെന്താണെയോ? പരലോകത്ത് വരും ഒരു വിഭാഗം ആളുകൾ, ഖുർആനിനെ ഉപേക്ഷിച്ചവർ, ഖുർആനിന്റെ അനുയായികൾ. അതാണ് അത്ഭുതം. അല്ലാതെ ഇവിടുത്തെ ഹൈന്ദവരോ ക്രൈസ്തവരോ അല്ല ഈ പറയുന്നത്, അവരതിൽപ്പെട്ട ആളുകൾ തന്നെ. പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥാവിശേഷം, ഇതിന്റെ അനുയായിയായി തീരേണ്ടവൻ. അതുകൊണ്ടാണ് നിന്റെ ഇമാമാരാ എന്ന് ഖബറിൽ ചോദിക്കുന്നത്. ഇമാമ് ഖുർആനി എന്ന് പറയണമെങ്കിൽ ഖുർആനിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കേണ്ടതില്ലേ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ എത്ര പ്രയാസം. ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടന അംഗീകരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെന്താ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പോലെയുള്ളവരെ മാറ്റിയത് ഖുർആനാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, പുളിക്കലിലെ ഉമറിനെയും ഉമർ ബൈസിയെയും ഉമർ സഖാഫിയെയും ഉമർ മദനിയെയും ഒക്കെ മാറ്റേണ്ടത് ഇതല്ലേ? ജാഹിലിയത്തിൽപ്പെട്ട, ഡാർക്ക് ഏജിൽപ്പെട്ട, ഊശരഭൂമിയിൽ ജീവിച്ച, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കിട്ടി ജീവിച്ച, ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോയ, ഊടുവഴികളിലെ അബദ്ധസഞ്ചാരം പതിവാക്കിയ ഒരു ജനപദത്തിന്റെ ഉള്ളിൽ ഖുർആൻ കൊണ്ട് സൃഷ്ടിച്ച വിപ്ലവത്തിന്റെ മഹനീയത വാതോരാതെ സംസാരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത കേസരികളെ, ഈ ഉമ്മത്തിന് എങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാകണം എന്ന് എന്തേ നിങ്ങൾ കൊതിക്കാത്തത്? ചൈത്രയാത്ര നടത്തി റോമൻ, പേർഷ്യൻ, ഈജിപ്ഷ്യൻ അതുപോലെയുള്ള സംസ്കാരങ്ങളെ അതിജയിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൊട്ടാര പടിവാതിക്കൽ വിപ്ലവം നയിച്ചുപോയ ഖുർആനിന്റെ ഉജ്ജ്വലമായ ഒരു സന്ദേശത്തിന് വല്ല മങ്ങലും നേരിട്ടിട്ടുണ്ടോ? ആ ഖുർആൻ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്, ആ വേദഗ്രന്ഥം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. വഖാലർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഉമ്മത്ത്, അതില് നമ്മളിവിടെ ചിന്തിക്കേണ്ടെന്നറിയോ? മടവൂരികൾ ചിന്തിക്കും, അതുപോലെ ഇവിടുത്തെ ഫൈസിമാരും സഖാഫിമാരും ചിന്തിക്കും, ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്ത് ചിന്തിക്കണം, ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചിന്തിക്കണം, ഇവിടുത്തെ ഔദ്യോഗിക മുജാഹിദുകൾ ചിന്തിക്കണം, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ചിന്തിക്കണം, ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്ത് ചിന്തിക്കണം, ഇവിടുത്തെ ഖാദിയാനികൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഖുർആനിലെ ഈ ഉമ്മത്ത് അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. വേറിട്ട് ഒറ്റക്ക് വീട്ടിൽ ചെന്നിരുന്നിട്ട് ഓരോ സംഘടനയെപ്പെട്ടോലും അടിസ്ഥാനപരമായി പറഞ്ഞത് KNM-ന്റെ പ്രവർത്തകരാണെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇന്ന് ഖുർആനായ തോതി എത്ര പണ്ഡിതന്മാരിവിടെ പ്രസംഗിക്കുന്നുണ്ട്. 300-ഓളം കേസറ്റ് APEK സുന്നികളുടേത് കേട്ടു ഞാൻ ഈ അടുത്ത കാലത്തായിട്ട്. പടച്ചവനെ, ഒരു 30 ആയത്ത് പോലും ഈ 300-ഓളം കേസറ്റ് കേട്ടിട്ടില്ല. ചില കേസറ്റിലൊന്നും ഒറ്റ ആയത്ത് ഊതുന്നില്ല. എന്റെ ഒരു 38 ക്ലിപ്പിംഗ് ഇടും, അല്ലെ സക്കറിയ സോലഹിന്റെ ഒരു 10 ക്ലിപ്പിംഗ് ഇടും, അല്ലെ ഹുസൈൻ സെൽഫിന്റെ ഒരു 5-6 ക്ലിപ്പിംഗ് ഇടും. ഇതല്ലാതെ ഒരായത്ത് ഉദ്ധരിച്ചിട്ട് മക്കളെ ഏതാ ഈ ആയത്തിൽ സമസ്ത പറയുന്ന വിശ്വാസത്തെ പറ്റി അള്ള പറയുന്നു എന്ന് പറഞ്ഞു കാണുന്നില്ല. ഇതെന്തൊരു ദുരന്തമാണ്. പണ്ട് കാലത്തെ ഖുർആനും സുന്നത്തും ഉദ്ധരിക്കുന്ന ഒരു പണി സമസ്തക്ക് ദുർവ്യാഖ്യാനിക്കാൻ മാത്രമേ ആയത്ത് പറയാറുള്ളൂ, ദുർവ്യാഖ്യാനിക്കാൻ മാത്രമേ ഹദീസ് പറയാറുള്ളൂ, നേർക്കുനേരെ പറയാറില്ല. ഇപ്പോ LCD പ്രൊജക്ടർ വന്നപ്പോ പണ്ടാരൊന്ന് പറഞ്ഞിക്കല്ലേ, എന്തോന്നൊന്നിന് തണലായി, എന്തോ ഒരു സംഗതി എന്തോന്നിന് തണലായി. ഏത് അതുപോലെയാണ് LCD പ്രൊജക്ടർ കിട്ടിയപ്പോ സമസ്തക്കാർ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, ഇനി ആയത്തു ഹദീസ് ഒന്നും ഓതണ്ട. പ്രത്യേകിച്ച് കുറെ ക്ലിപ്പിംഗ് ഉള്ളപ്പോ 4 മണിക്കൂർ ചിരിച്ചു കളിച്ചങ്ങ് പോക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ ഈ അടുത്ത കാലത്ത് വിശുദ്ധ ഖുർആൻ ജനങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ മുജാഹിദ് പണ്ഡിതന്മാർക്ക് വിശുദ്ധ ഖുർആൻ ഓതുമ്പോ പറ്റിയ ചില തെറ്റുകൾ ക്ലിപ്പിംഗ് ഇട്ട് ഇങ്ങനെ കളിപ്പിക്ക് ഖുറാഫികള്. ഞാനത് കേട്ടപ്പോ എനിക്ക് അത്ഭുതത്തോടുകൂടി തോന്നിയ ഒരു കാര്യം എന്താ അറിയോ? തെറ്റലെപ്പോഴാണ്? ഒരു കുട്ടി സൈക്കിൾ പഠിക്കുമ്പോ ഓൻ വീഴും, പഠിച്ചാലേ വീഴുള്ളൂ, പഠിക്കുന്നില്ല തീരുമാനിച്ചാലോ ഓൻ വീഴൂല. ഒരുത്തൻ തെങ്ങുമ കയറാൻ ശ്രമിച്ചാലേ തെങ്ങുമെന്ന് ചിലപ്പോ വീഴുള്ളൂ, തെങ്ങുമലേ കയറൂല എന്ന് വിചാരിച്ചാലോ അതുണ്ടാവില്ല. ഖുർആനേ പഠിക്കുന്നില്ല എന്ന് സമസ്ത തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തെറ്റുന്നത്? തെറ്റണമെങ്കിൽ ഓതണ്ടേ? ഞങ്ങൾ നിരന്തരമായി അത് മനപ്പാടാക്കാൻ ശ്രമിക്കുന്നു, ഓതുമ്പോ ചിലപ്പോ തെറ്റിപ്പോവും. കാരണം എന്താ? പഠിക്കുന്നവർക്കേ തെറ്റ് പറ്റുള്ളൂ എന്ന്.
പഠിക്കാതെ വെറുതെ കുത്തുന്നോണ്ട് തെറ്റുപറ്റുമോ? നാഗത്തിങ്ങൽ ആന എന്നെ കുത്തൂല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ഒരു കാരണവര് ചോദിച്ചു, അല്ല മൂപ്പിലാലെ അതെന്താ നാഗത്തിങ്ങൽ ആനങ്ങളെ കുത്താത്തത്? അയാൾ പറഞ്ഞു, നാഗത്തിങ്ങൽ ആനുള്ള 7 അയലത്ത് ഞാൻ ആയുസ് പോകൂല, പിന്നെങ്ങനെ കുത്തുന്നത്? ഖുറാഫികൾ പറയുന്നത് ഞങ്ങൾ അതുകൊണ്ടാ ഖുർആൻ ഓതാത്തത്. ഏതുകൊണ്ട്? തെറ്റൂന്ന് വിചാരിച്ചിട്ടേ. എന്താ കൗതുകോ! അള്ളാഹു പരലോകത്ത് റസൂല് പറയാൻ, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഈ ഗതികേട് പറ്റിയ തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആനിന്റെ 16-ാമത്തെ പേജ് ഒരു 14, 15, 16 വായിച്ചോളൂ. അതിൽ കാണാം പൊതുജനങ്ങളെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് തടയാണ് അവിടെ. ആ പുസ്തകം എഴുതിയ പ്രഗത്ഭനായ സമസ്തയുടെ പണ്ഡിതൻ അയാൾ പറയാണ്, എന്ത് പൊതുജനങ്ങൾക്ക് ഖുർആൻ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, ഓതല് തന്നെ നിർബന്ധമായത്. അടിവരയിടും നിങ്ങൾ, ഓതല് തന്നെ നിർബന്ധമായത് എന്തേ ഉള്ളൂ? ഫാത്തിഹ മാത്രമേ ഉള്ളൂ. അത് അർത്ഥം പഠിക്കൽ നിർബന്ധവുമില്ല, പ്രത്യേകം സുന്നത്തുല്യ. അടിവരയിടണം. മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് വെളിച്ചം വീശിയ ഒരു ഗ്രന്ഥം അത് പഠിക്കേണ്ടതില്ല, അത് വായിക്കേണ്ടതില്ല, അത് അറിയേണ്ടതില്ല, അത് അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകുന്നു. അല്ല പറയാണെന്ത്? ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും പെർഫെക്റ്റായ ഒരു ധാർമ്മികതയിലേക്ക് ഖുർആൻ നിങ്ങളെ നയിക്കുന്നു എന്ന് അല്ല പറയാ. എന്നിട്ട് ഖുർആൻ പഠിക്കരുത് എന്ന് ഉസ്താദ് പറയാ. എങ്ങനെയുണ്ട്? 17-ാം അധ്യായം 9-ാമത്തെ വചനം അല്ല പറയാണ്, ഈ ഖുർആൻ ഒരു സതുപദേശമാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിന് ശമനം നൽകുന്ന, നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന, നിങ്ങളുടെ ഹൃദയത്തെ തട്ടുന്ന ഉപദേശം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം മനുഷ്യരെ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് അല്ല പറയാ. എന്നിട്ട് ഖുർആൻ പഠിക്കരുതെന്നും പറയേ. നിങ്ങളോട് ദേഷ്യം കൊണ്ടൊന്നും പറയല്ല, സത്യത്തിൽ നിങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ഞങ്ങളൊക്കെ. ആരാണ് നിങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നത്? അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടമാണ്. നേരെ മറിച്ച് തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കാതെ മയപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമി ഇടക്കാലത്ത് സ്വീകരിച്ച ലൈന് സ്വീകരിച്ചാൽ ഇവിടെ ആരാ നന്നാകാൻ പോണത്? അതുകൊണ്ടല്ലേ ഓ അബ്ദുള്ള മുടിക്കെതിരെ വിമർശിച്ചപ്പോ കൊല്ലടാ എന്നെ വിടൂലടാ എന്ന് പറഞ്ഞു. കാരണം ആദ്യമായിട്ട് അത്ര ശക്തമായിട്ടൊന്ന് എതിർത്തു നോക്കി. അതിന്റെ വലിയ തെളിവാണ്. മൂപ്പർക്ക് ഇപ്പോഴാ ഒരു വധഭീഷണി. നമുക്കൊക്കെ എത്ര കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി വിളിച്ച് ചേകന്നൂരിന്റെ അനുഭവമായി കിട്ടുമോ പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, അപ്പൊ ചേകന്നൂരിനെ തട്ടി നിങ്ങളല്ലേ എന്ന്. ഫോൺ ചെയ്തിട്ട് പറയുന്നു അതായിരിക്കും അനുഭവം. മറിച്ച് ഖുർആനും സുന്നത്തും ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ. അതുകൊണ്ടാണല്ലോ ഖുർആൻ ഇവിടെ പറയുന്നത് 10-ാം അധ്യായം സൂറത്ത് യൂനിസിന്റെ 57, 58. എന്നിട്ട് അല്ല പറയാട്ടോ, ആ ഖുർആനിന്റെ പഠനവും ആ ഖുർആനിന്റെ ഖൈറും അത് മതി നിങ്ങൾക്ക് മറ്റേത് സമ്പാദ്യത്തെക്കാളും. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. കണ്ടോ, നിങ്ങൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഈ ഖുർആനിന്റെ സമ്പാദ്യമാണ്, ഖുർആനിന്റെ പഠനമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സഹീഹ് മുസ്ലിമിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായ ആരുണ്ട്? അത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട്? ഖബറിൽ വെച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ വിജ്ഞാനം എന്തായിരുന്നു? നിന്റെ വിജ്ഞാനം എന്തായിരുന്നു? എന്റെ വിജ്ഞാനം സയൻസ് ആയിരുന്നു എന്നല്ല, എന്റെ വിജ്ഞാനം ഖുർആനായിരുന്നു എന്ന് മറുപടി പറയേണ്ടവരാണ് മുഅ്മിനുകൾ എന്ന് റസൂൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഖുർആനാകുന്ന വിജ്ഞാനം, അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ വീണ്ടും പഠിപ്പിക്കാൻ. ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബിക്കും. ഖുർആനിലെ 6-ാം അധ്യായം 204-ാമത്തെ വചനം. അതുപോലെ ഖുർആനിലെ 6-ാം അധ്യായം 104-ാമത്തെ വചനം, ഖുർആനിലെ 7-ാം അധ്യായം 204-ാമത്തെ വചനം. രണ്ടിടത്തും പറയുന്നു കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളുമായി ഇതാ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ പരി പറയാൻ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. 17-ാം അധ്യായം 81, 82, 83, 85 വരെയുള്ള വചനം ഡീറ്റെയിൽ ആയിട്ട് ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്നു. ബഹുദൈവത്വത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പരാജയത്തിലും ഏകദൈവത്വത്തിന്റെ സംസ്ഥാപനത്തിന്റെ പൂർത്തീകരണവും എല്ലാം ഉൾക്കൊണ്ട് നടത്തപ്പെട്ടിട്ടുള്ള ഖുർആനിക പരാമർശങ്ങൾ. അപ്പൊ വനുനസ്സിലു മിനൽ ഖുർആനി, ഈ ഖുർആൻ ഒരു ശിഫയാണ്. നിങ്ങൾ മനസ്സ് തോന്നുന്ന രോഗങ്ങൾക്കൊക്കെ ഉള്ള ശിഫ.
ആ ഒരു ശിഫ നൽകുന്ന ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥമല്ലേ അറബ് ജനതയെ മാറ്റിയത്? മണ്ണ് പാകപ്പെടുത്തപ്പെടുകയായിരുന്നു. അറബ് ജനതയുടെ മണ്ണ് പാകപ്പെടുത്തപ്പെടുകയായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ വചനം കേൾക്കേണ്ട താമസം കണ്ണുകൾ ഈർന്നണിയുകയായിരുന്നു, പരിവർത്തനമുണ്ടാവുകയായിരുന്നു. അങ്ങനെ ഒരു ഗ്രന്ഥത്തെയാണ് മുജാഹിദ് പ്രസ്ഥാനം പരിചയം. മുജാഹിദ് പ്രസ്ഥാനത്തിന് വേറിട്ടൊരു പ്രത്യേകത പറഞ്ഞോട്ടെ ഞാൻ, വേറിട്ടൊരു പ്രത്യേകത. ഇപ്പൊ ഫലായിലെ നമാസ്, ഫലായിലെ ഹജ്ജ്, ഫലായിലെ ആഴ്മാൻ, ഇതൊക്കെ തബ്ലീഗ് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. അത് മാത്രമാണ്, പള്ളിയിൽ പോലും ഖുർആൻ ഓതാറില്ല, ഇതിങ്ങനെ വായിക്കാം. ഖുതുബാത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആധികാരിക ഗ്രന്ഥമാണ്. ഖുർആനിനേക്കാളും ഇത് വായിക്കൽ നിർബന്ധം. ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർ ആകണമെങ്കിൽ ഖുതുബാത്ത് വായിച്ചിരിക്കൽ നിർബന്ധമായിരുന്നു എന്ന് അവരുടെ ആളുകൾ തന്നെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖുതുബാത്ത്, വേറൊരു ഭാഗത്ത് ഖുതുബിയത്ത്, മൊയ്തീമാല, ബുർദ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഖുർആൻ, നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഖുർആൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ത്വൽഹത്തിന്റെയും അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെയും അബ്ദുല്ലാഹ് ഇബ്നു മസൂദിന്റെയും അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെയും അതുപോലെ മഹാന്മാരായ സഹാബികൾ, അവരുടെ കയ്യിൽ ഖുതുബാത്തില്ല, അവരുടെ കയ്യിൽ വേറെ ഒരു ഗ്രന്ഥമില്ല, അവരുടെ കയ്യിൽ മൊയ്തീമാലയില്ല, അവരുടെ കയ്യിൽ മങ്കൂസില്ല, അവരുടെ കയ്യിൽ 313 വകയില്ല, അവരുടെ കയ്യിൽ സബീലയില്ല. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 7-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഇബ്ലീസിന്റെ പ്രവൃത്തിയുടെ ഭാഗമായി മുസ്ലിം ഉമ്മത്തിന്റെ കൈകളിൽ വിശുദ്ധ ഖുർആൻ താഴെ വെക്കാൻ, പ്രവാചകന്റെ വചനങ്ങളെ താഴെ വെക്കാൻ, ലോകത്തിന്റെ സംസ്കാരങ്ങളെ മാറ്റിമറിച്ചൊരു ഗ്രന്ഥത്തെ പുറകോട്ട് വലിച്ചെറിയുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ഓറിയന്റലിസ്റ്റുകളുടെ, സയേണിസ്റ്റുകളുടെ, ഇസ്ലാമിക പ്രബോധനത്തെ ഭയപ്പെടുന്നവരുടെ, സാമ്രാജ്യത്വ ശക്തികളുടെ, ജൂത ലോബികളുടെ, ക്രൈസ്തവ ലോബികളുടെ കുൽസിതമായ ശ്രമങ്ങളുടെ, ആസൂത്രിതമായ പ്ലേനോടുകൂടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഉമ്മത്തിന്റെ കൈകളിൽ നിന്ന് ഈ പ്രമാണങ്ങൾ ഇറങ്ങിപ്പോയത്. പരലോകത്ത് വരുന്ന ഒരു രംഗത്തെ അള്ളാഹു വിശദീകരിക്കുന്നത് ഇങ്ങനെ, ഒന്ന് കേട്ടു നോക്കിയേ നിങ്ങൾ. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 124, 125, 126 വചനങ്ങൾ. അവിടെ പറയണെന്ത്? മനുഷ്യരെ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. വല്ലാത്തൊരു വാക്ക്. ആരെങ്കിലും ഈ ഖുർആനിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ഈ ഉത്ബോധനമാകുന്ന ഗ്രന്ഥത്തെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, ഈ പ്രമാണമാകുന്ന ഇസ്ലാമിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ഒരു ഇടുങ്ങിയ ജീവിതമാണ് അവനിവിടെ ഉണ്ടാവുക, ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ധനായിട്ടാണ് പരലോകത്ത് വരിക. ഇഹലോകത്ത് ഭൂമിയുടെ സൗന്ദര്യമൊക്കെ കണ്ട കണ്ണുള്ള, ഭാര്യയെ കണ്ട, മക്കളെ കണ്ട, ഉമ്മാനെ കണ്ട, എല്ലാം കാണാൻ അവസരമുണ്ടായ ഈ മനുഷ്യൻ ഖുർആനിനെ തള്ളിക്കളഞ്ഞു എന്ന കാരണത്താൽ, ഖുർആനിനെ മറന്നു എന്ന കാരണത്താൽ പരലോകത്തവൻ വരും. അന്നവൻ ചോദിക്കും അല്ലാഹുവിനോട്, അല്ലാ, ഭൂമി ലോകത്ത് കണ്ണുള്ളവനായിരുന്നല്ലോ ഞാൻ, എനിക്ക് കണ്ണ് കാണാമായിരുന്നല്ലോ, എന്തേ പടച്ചവനെ ഇങ്ങനെ സംഭവിച്ചത്? അപ്പൊ അല്ലാഹ് പറയും, അതെ അതെ, അങ്ങനെ തന്നെയാണ്. കാരണം എന്റെ ഖുർആൻ നിനക്ക് വന്നെത്തി, എന്റെ ഉത്ബോധനമാകുന്ന പ്രവാചകന്റെ വചനങ്ങൾ നിനക്ക് വന്നെത്തി. പക്ഷെ നീ എന്ത് ചെയ്തു? അത് അവഗണിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, നാട്ടാചാരം മതി എന്ന് പറഞ്ഞു, നാട്ടുനിറപ്പ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്നെയും ഞാൻ മറക്കുന്നു. കണ്ടോ, ഖുർആൻ മറന്നപ്പോ, പ്രമാണം മറന്നപ്പോ നിന്നെ ഞാൻ മറക്കുന്നു എന്ന് പരലോകത്ത് അള്ള പറയും. അള്ള മറന്നാൽ, അള്ള കൈയൊഴിഞ്ഞാൽ, അള്ള ഉപേക്ഷിച്ചാൽ കഷ്ടമാണ്, പിന്നെ നരകമാണ്, പിന്നെ വിലാപമാണ്, പിന്നെ കേലാണ്, പിന്നെ രക്ഷയില്ല. ഇന്നഹാ തുർമീ ബിശർറിൻ കൽകസർ കഅന്നഹും ജിമാലത്തും സുഫർ. അതേ, കൊട്ടാര സമാനമായ തീപ്പരിയുള്ള നരകത്തിലേക്കാണ് പിന്നെ യാത്ര. ഒട്ടകക്കൂട്ടങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന പോലെയുള്ള നരകത്തിലേക്കാണ് പിന്നെ യാത്ര. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സംഘടനകളെ, അള്ളാഹുവിന്റെ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാൻ മാത്രം ആയത്തുകൾ മനഃപ്പാഠമാക്കിയവരെ, അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തെ സുമ്മ ഇന്ന അലൈന ബയാന, അള്ളാഹു ആയത്തിന് ബയാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പേരോട്ടുകാരനൊരു വ്യാഖ്യാനുണ്ട്. എന്താണെന്നറിയോ? ഒരു ഖുർആനിൽ അധ്യായം ഓതിയിട്ട് റസൂലിന്റെ പരിശുദ്ധ മുടി തന്നെയാണ് സത്യം എന്നല്ല പറഞ്ഞു. ഔ, ഭയങ്കര. സുമ്മ ഇന്ന അലൈന ബയാന, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 19-ാമത്തെ വചനം. ആയത്തിന് വ്യാഖ്യാനിക്കേണ്ട ബാധ്യത ആർക്കുള്ളതാണ്? അള്ളാഹ്ക്കുള്ളതാണ്. ഈ ആയത്ത് എന്തുൾക്കൊള്ളുന്നു എന്ന് ജിബ്രീലിലൂടെ റസൂലിനെ അറിയിക്കുകയാണ്. കാരണം അള്ളാന്റെ ഇഷ്ടമറിയാൻ നമുക്ക് വകുപ്പില്ല. അള്ളാഹ്ക്ക് എന്ത് ഇഷ്ടമാണ്, ഈ ആയത്ത് കൊണ്ട് അള്ളാഹ് എന്തുദ്ദേശിച്ചു? സുമ്മ ഇന്ന അലൈന ബയാന. ഓർക്കണം, ബയാൻ ചെയ്യേണ്ടത് അള്ളാഹുവാണ്.
പടച്ചതമ്പുരാൻ ബയാൻ ചെയ്തു കൊടുത്തു. നിങ്ങൾക്കറിയില്ലേ, ഏത് കാര്യവും ആയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഒരു ആയത്ത് ഓതി കൊടുത്തു. വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബികൾ പേടിച്ചു. നന്നായിട്ട് മനസ്സിലായിക്കൊള്ളൂ, ഇതൊരു പഠനമാണ്, ഇത് പഠിക്കുകയാണ്. ഇത് ആരെയും വെറുതെ വിമർശിച്ച് മൂലക്കിരുത്തുക ആ ഉദ്ദേശം ഞങ്ങൾക്കില്ല. അങ്ങനെയല്ല, എവിടെയെങ്കിലും വൈകാരികത വന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ഉമ്മത്തിനെ ഓർത്തിട്ട് മാത്രമാണ്, ഇഹലോകം ഓർത്തിട്ടല്ല. അവർക്ക് ഇഹലോകം നഷ്ടപ്പെടുന്നതിൽ മുജാഹിദുകൾക്ക് വലിയ ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ആവശ്യമില്ല. ഇഹലോകം എത്ര പ്രയാസപ്പെടുന്നോ അത്ര പരലോകത്ത് രക്ഷ ഉണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ദാരിദ്ര്യത്തെ ഞങ്ങൾക്ക് ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് സമ്പന്നത ഭയപ്പെടുന്നു. ഹബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത് എന്ന അവസ്ഥ ഭയപ്പെടുന്നു. അതാ മുജാഹിദ് പ്രസ്ഥാനം ശ്രദ്ധിച്ച് ദുനിയാവിൽ കട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സമൂഹത്തെ മോചിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചു. മഹല്ല് സംവിധാനം അതാണ്, വെള്ളിയാഴ്ചയിലെ ഖുത്ബ അതാണ്. അവരെ ഈ ലോകത്തിനപ്പുറത്തൊരു കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബൻ ഔ ആബിറു സബീൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഷോൾഡറിൽ പിടിച്ച് മുത്തുനബി പറഞ്ഞ മൊഴിമുത്തുകൾ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരെ പോലെ, ഒരു യാത്രക്കാരെ പോലെ കഴിഞ്ഞ് പടച്ചതമ്പുരാനെ കണ്ടുമുട്ടേണ്ടവർ ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ. കണ്ടോ, അമലൻ സ്വാലിഹ, അമലൻ സ്വാലിഹാത്ത് ചെയ്യണം. അത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച പോലെ ഖുർആനിലെ 18-ാം അധ്യായം 110-ാമത്തെ വചനം അല്ലേ, വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ അല്ലേ. ഖുർആനിലെ 17-ാം അധ്യായം 19-ാമത്തെ വചനം. ആ വചനത്തിന്റെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയാൻ, വമൻ അറാദൽ ആഖിറത, പരലോകത്തെ ഉദ്ദേശിക്കണം. ഒരമലി ചെയ്യുമ്പോൾ പരലോകത്തെ ഉദ്ദേശിക്കണം. പിന്നെയോ ഇഖ്ലാസ് ക്ലിയർ ആവണം. 2, അതിന് റസൂലുള്ളാഹിയിൽ നിന്ന് മാതൃക ഉണ്ടാവണം അല്ലേ. റസൂലിൽ നിന്ന് മാതൃക അല്ലാത്തൊരു കാര്യം എത്ര ഇഖ്ലാസോടുകൂടി ചെയ്തിട്ട് കാര്യമല്ല. അതാണ് മലപ്പുറം സലാത്ത് നഗർ, അതാണ് ഇവിടെ ചെയ്യുന്ന ദിക്ർ ഹൽക്കകൾ, അതാണ് ഇവിടെ ചെയ്യുന്ന മറ്റ് നേർച്ചപൂരങ്ങൾ, അതാണ് ഇവിടുത്തെ മറ്റ് ജാറപൂജകൾ. ഇതൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻബലമുള്ള, റസൂല് പഠിപ്പിച്ച, സഹാബത്തിന് പകർന്നുകൊടുത്ത, സഹാബികൾ താബീങ്ങൾക്ക് പകർന്നുകൊടുത്ത, തബൂൽ അത്ബാഉകൾ നേടിയെടുത്ത വൈജ്ഞാനിക ശാഖകളുടെ ഒന്നിലും ഈ ഒരു സ്വഭാവ ഗുണങ്ങൾ, ഈ ഒരു സംസ്കാരങ്ങൾ, ഈ ഒരു ആചാരങ്ങൾ നാം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആലോചിക്കണം, ചിന്തിക്കണം. പരലോകം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി ഓർക്കണം. ഹൗദുൽ കൗസറിൽ നിന്ന് ബിദ്അത്തുകാർക്ക് വെള്ളം കിട്ടില്ല എന്ന് കേട്ടപ്പോഴാണ് മുജാഹിദുകൾ ഞെട്ടിയത്. വ്യഭിചാരിക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം തടയുന്നല്ല, കള്ളുകുടിയന് തടയുമെന്നല്ല, പലിശക്കാരന് തടയുമെന്നല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം ആ 3 ചെറുതായ തെറ്റാണ് എന്നല്ല, ഹറാമാണ്, ചെയ്യരുത്, അടുക്കരുത്, പാപമാണ്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമാണ് മതത്തിന് പകരം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഇതൊരു നിറഞ്ഞ പാത്രമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നിറഞ്ഞ പാത്രമാണ്. ഈ നിറഞ്ഞ പാത്രത്തിലേക്ക് ഞാൻ എന്റെ വിരൽ പ്രവേശിപ്പിച്ചാൽ എന്റെ വിരൽ നിൽക്കുന്ന അത്രയും വ്യാസത്തിലെ വെള്ളം കണ്ടോ പുറത്തേക്ക് പോകും. ഇസ്ലാം ഒരു പൂർണ്ണമായ ദീൻ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ അല്ലാഹു പൂർത്തീകരിച്ചു. അതിലേക്ക് ഒരു ബിദ്അത്ത് വന്നാൽ കണ്ടില്ലേ, ഈ വെള്ളം പുറത്തേക്ക് പോയ പോലെ സുന്നത്ത് പുറത്തേക്ക് പോകും. ഇത് ഇത്ര ക്ലിയറായി പഠിപ്പിച്ചു തരാന് ഈ വെള്ളത്തെ കൈയിട്ട് ക്ഷമിക്കണം. വിഷയം വളരെ ഗൗരവമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ഒരു തമാശയല്ല. ഇസ്ലാഹി പ്രസ്ഥാനം മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പ്രസ്ഥാനമല്ല. وما أسألكم عليه من أجر إن أجري إلا على رب العالمين وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 21-22 വചനങ്ങൾ. സൂറത്ത് ശുആറാ 26-ാം അധ്യായം 107, 140, 161 മുതൽ 63, 180 മുതൽ 83 എല്ലാ സ്ഥലത്തും പറയും. ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോട് പ്രതിഫലം ചോദിക്കണില്ല. ഞങ്ങളുടെ പ്രതിഫലം റബ്ബിന്റെ അടുത്താ. ഞങ്ങൾ യാഥാർത്ഥ്യം പറയും. നിങ്ങൾക്ക് സ്വീകരിക്കാൻ തള്ളിക്കളയാം. ഇവിടെ വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഹൗദുൽ കൗസർ എന്ന റസൂല് വെള്ളം മുക്കി തരണം സമസ്തക്കാർക്ക് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങളുടെ തെറ്റാണോ? നിങ്ങളുടെ ബിദ്അത്തിൽ നിങ്ങൾ മോചിപ്പിക്കുമ്പോൾ ഞങ്ങൾ എന്തേ ഉദ്ദേശിച്ചുള്ളൂ? ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിങ്ങൾ എത്തുമ്പോ സുഹ്കൻ സുഹ്കാ എന്ന് റസൂല് നിങ്ങളോട് പറയരുത്, ഞങ്ങളോടും പറയരുത്. അതുകൊണ്ടാ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഇപ്പൊ എന്താ മെച്ചം? കല്ലേറും കൂക്കുവിളിയും ബഹിഷ്കരണവും അല്ലാതെ വേറെന്താ ഇത്? നിരന്തരമായി ഫോണിലേക്ക് കോള് വരിക, തോന്നിയാസം പറഞ്ഞിട്ട്. AP സുന്നികള് എന്ത് ചെയ്യും? ആരാണ് അവർക്ക് സംസ്കാരം പഠിപ്പിക്കുന്നത്? റബ്ബേ അറിയില്ല.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രമാണം എത്ര വചനപ്പം ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ചുരുങ്ങിയ സമയം കൊണ്ട്. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളോട് ഇതേ പറഞ്ഞിട്ടുള്ളൂ, ഇത് പഠിക്കും നിങ്ങൾ. നേരെ മറിച്ച് ബുർദാ ബൂസിരിയെ കുറിച്ച് പറയുന്നതറിയോ? ഫാത്തിഹ പഠിക്കൽ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല എന്നാ. ബൂസീരി ഇമാമിന്റെ ബുർദാ ബൂസീരി അബ്ദുൽ മജീദ് സഖാഫി പുളിയങ്കോട് അയാൾ എഴുതിയ ഇത്ര അട്ടിയുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 14, 15, 16 പേജിൽ പറയണം, ബുർദ ചെല്ലണമെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ നിബന്ധനയോടുകൂടി ബുർദാ ബൂസീരി ചെല്ലിയാൽ ഈമാൻ കിട്ടിയല്ലാതെ മരിക്കൂല. ഒരു സഖാഫി എഴുതാണ്, മർക്കസ് സഖാഫത്ത് സുന്നിയെ എന്ത് സേവന അനുഷ്ഠിക്കുന്നത് അതിന് ഉദാഹരണം പറഞ്ഞ്. ഏത്? 7-ാം നൂറ്റാണ്ടിൽ രചിച്ച ബുർദാ ബൂസീരി ഒരു കവിത, ONV കുറുപ്പിനെ പോലെ ഒരു കവി, പക്ഷെ അറബി കവിയെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. കവികളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കണക്കാണ്. കവിത അതിരുവിടാൻ പാടില്ല. കവികളെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. അല്ലാമ ഇക്ബാലിന് സംഭവിച്ച അതാണ്. ഇക്ബാലിന്റെ കവിതയെ മുജാഹിദുകൾ എതിർത്ത് അതുകൊണ്ടാണ്. കാരണം അല്ലാമ 20-ാം നൂറ്റാണ്ടിന്റെ ദാർശനിക കവി, ചിലർക്കൊക്കെ ഒരു ലഹരിയൻ റസൂലുള്ളാഹിനേക്കാൾ. കാരണം റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുന്നതിനേക്കാൾ കൂടുതൽ മനപ്പാഠം ഇക്ബാലിന്റെ കവിതയാണ്. അള്ളാഹുവിന്റെ ഖുർആനിനേക്കാൾ കൂടുതൽ മനപ്പാഠം. ഇത് ഞാൻ വെറുതെ ഒരു കേവല വിമർശനമല്ല, ദുഃഖത്തോടുകൂടിയുള്ള വിമർശനം. എത്ര ആയത്ത് മനപ്പാടാക്കി എന്ന് വെച്ചാൽ ഇല്ല തന്നെ, വളരെ കുറഞ്ഞ്. എത്ര ഇക്ബാൽ കവിത, പടച്ചോനെ എനിക്ക് തന്നെ ഓർമ്മല്ല ഇക്ബാലിന്റെ മുഴുവൻ കവിതയും എന്ന് മറുപടി പറയാ പരലോകത്ത്. അവിടെയാണ് വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ ഉണ്ടാവും. കടപ്പുറത്തത് ഉണ്ടായില്ല, കാരണം ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടില്ല. സമസ്തയുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഈമാൻ ഉണ്ടായില്ല, ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടില്ല. അള്ളാഹു പറയാൻ, അള്ളാഹുവിന്റെ അടിമകളുടെ ലക്ഷണം എന്താണ്? ആയത്തുകൾ ഓതിക്കൊടുത്ത ഈമാൻ കിട്ടും. അപ്പൊ ഓതിക്കൊടുക്കേണ്ടത് ആയത്താണ്, ബുർദാ ബൂസീരിയല്ല, ഖുതുബിയത്തല്ല, അല്ലെങ്കിൽ 313 വകയല്ല. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, സാദത്തുഹും ഈമാന. ഈമാനിനെ വർദ്ധിപ്പിക്കാൻ ഖുർആനിന്റെ പാരായണത്തിനെ കഴിയൂ. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ് വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. വല്ലാത്ത വാക്കുകൾ. 35-ാം അധ്യായം 29-ാമത്തെ വചനം. അല്ലേ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അവരുടെ ക്വാളിറ്റിയാണ്, ഈമാനുള്ളവരുടെ ക്വാളിറ്റിയാണ്. വൈദാ സുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ആയത്തുകൾ ഓതി കൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കും. സഹാബികളുടെ പ്രത്യേകത ഏതാണ്? ആയത്തുകൾ ഓതുന്നു, ഈമാൻ വർദ്ധിക്കുന്നു. ഓർമ്മയില്ലേ? 49-ാം അധ്യായം 1-2 വചനങ്ങൾ ഇറങ്ങി. അവിടെ പറഞ്ഞു എന്ത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന ആയത്തിറങ്ങിയപ്പോ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി വാതിലിന് ആണിയടിച്ച് കുട്ടിയിട്ട് അതിന്റെ ഉള്ളിലിരുന്ന് ഏങ്ങി ഏങ്ങി കരയാൻ. കാരണം സാബിത്ത് മദീനയിൽ ഏറ്റവും ശബ്ദമുള്ള ആളാണ്. റസൂലുള്ളാഹിനേക്കാൾ ശബ്ദമുയർത്തിയപ്പോ അല്ല എന്നെ വിമർശിച്ചു, എന്റെ പരലോകം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ ഖുർആൻ സ്ട്രൈക്ക് ചെയ്തു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് കേട്ടപ്പോ അങ്ങ് ബാബ് ജിബ്രീലിന്റെ സമീപത്തുണ്ടായിരുന്ന ബൈർവാഗ് തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ അബൂ തല്ലത്തുൽ അൻസാരിയെ പ്രേരിപ്പിച്ചു. ഖുർആനിന്റെ 3-ാം അധ്യായം 92-ാമത്തെ വചനം. ആയത്തുകൾ ഇറങ്ങുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നു. സൂറത്തുൻ നൂറിൽ സ്വന്തം മകളുടെ പേരിൽ വ്യഭിചാരാരോപണം പറഞ്ഞ വ്യക്തിക്ക് ഞാനിനി സഹായം കൊടുക്കില്ല എന്ന് തീരുമാനിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് പടച്ചതമ്പുരാൻ പറഞ്ഞു, അബൂബക്കർ, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുമായി പണിങ്ങി നിൽക്കുന്നവർക്ക് നിങ്ങളും മാപ്പ് നൽകുക എന്ന ആയത്ത് കേട്ടതിനു ശേഷം പിന്നെ മരിക്കുന്നവരെ ആ സഹായത്തെ സ്റ്റോപ്പ് ചെയ്യാതെ നിലനിർത്തിയത് ഈ ഖുർആനിന്റെ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ അറഅയ്തഹു ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് നാം ഇറക്കിയിരുന്നതെങ്കിൽ ആ പർവ്വതം വിനയം കൊണ്ട് പൊട്ടിപ്പോകുമായിരുന്നു. ബുർദാ ബൂസീരിയെ പറ്റി ഇവർ വീണ്ടും പറയാൻ, നിബന്ധനയോടുകൂടി ഓതണം. എന്താ നിബന്ധന? ഒളുവുണ്ടായിരിക്കണം. 7-ാം നൂറ്റാണ്ടിലെ ബുർദാ ബൂസീരി വായിക്കാൻ ഒളുവുണ്ടായിരിക്കണം. തീർന്നില്ല, കിബിലക്കഭിമുഖമായി നിൽക്കണം.
അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കാൻ ഇങ്ങനെ ഒരു നിബന്ധന അള്ള വെച്ചിട്ടുണ്ടോ, റസൂല് വെച്ചിട്ടുണ്ടോ? ഇല്ല. ബുർദ ബൂസീരി വായിക്കാൻ കിബിലക്കഭിമുഖമായി നിൽക്കണം. ഏറാബുകളും വാചകങ്ങളും ക്ലിപ്തപ്പെടുത്തുന്നതിൽ കണിശത പാലിക്കണം. അടുത്തത് തീർന്നില്ല, അതിന്റെ അടുത്തത് ബുർദ ബൂസീരിയുടെ അർത്ഥമറിയൽ നിർബന്ധമാണ്. കാരണം ബുർദ ബൂസീരിൽ അടങ്ങിയ പ്രാർത്ഥനയുടെ പൊരുള് അറിയാതെ പോകരുത്. അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ആയിരക്കണക്കിന് പ്രാർത്ഥനകളുടെ അകമ്പടിയുള്ള ഖുർആൻ, ആ ഖുർആനിന്റെ അർത്ഥം പഠിക്കരുത് എന്ന് കിതാബ് എഴുതിയവർ 7-ാം നൂറ്റാണ്ടിലെ ബുർദ ബൂസീരിയുടെ അർത്ഥം പഠിച്ചുകൊണ്ടോദനം. കാരണം അതിലടങ്ങിയിരിക്കുന്ന പ്രാർത്ഥനയുടെ പൊരുള് അറിയാതെ പോകരുത്. റബ്ബനാ വലന്നാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ റബ്ബി ഔഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഖ്മിനൻ വലിൽ മുഖ്മിനീന റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു. പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ റബ്ബനാ വബഅസ ഫീഹി റസൂല വജ്നുബനി വബനിയ അൻ നഅബുദൽ അസ്നാം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഹുനാലിക ദഅ സകരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അഥവാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ അദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ഇന്നനാ സമീഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി. എത്രയെത്ര പ്രാർത്ഥനകളാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ 7-ാം അധ്യായം 23-ാമത്തെ വചനം, 71-ാം അധ്യായം 28-ാമത്തെ വചനം, 2-ാം അധ്യായം 126 മുതൽ 129 വരെയുള്ള വചനം, 14-ാം അധ്യായം 35-ാമത്തെ വചനം, 37-ാം അധ്യായം 100-ാമത്തെ വചനം, അതുപോലെ 20-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനം, 21-ാം അധ്യായം 83-ാമത്തെ വചനം. എത്രയെത്ര വചനങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ പഠിക്കരുത് എന്ന് പറഞ്ഞ പൗരോഹിത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ പെടാപാടുപെട്ട മുജാഹിദുകളെ സ്നേഹിക്കുന്നതിന് പകരം കല്ലെറിഞ്ഞവരെ, കൂക്ക് വിളിച്ചവരെ, ബഹിഷ്കരിച്ചവരെ, അസഭ്യം പറഞ്ഞവരെ, പരിഹസിച്ചവരെ, കൊല്ലാൻ ശ്രമിച്ചവരെ, മാലപ്പടക്കം ചാർത്തിയവരെ, ഓവുചാലിലേക്ക് തള്ളിയിട്ടവരെ, കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയവരെ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിലപ്പെട്ട സമയം നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രമാണം മറന്ന മുസ്ലിം സമുദായം. നമുക്ക് ദീർഘമായി പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ, നമ്മുടെ പെർമിഷൻ തന്നെ ഒരുപക്ഷെ 9-10 മണിയായിരുന്നു. എന്തായാലും ഇനി ഞാൻ നിങ്ങളെ ചില പോയിന്റുകളിലേക്ക്, ഈ പ്രമാണം മുസ്ലിങ്ങൾ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലേ, മറന്നിട്ടുണ്ടോ ഇല്ലേ, അത് ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇത് അഹ്ലുസുന്ന എന്ന് പറയുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പ്രമാണത്തെക്കുറിച്ച് സലഫി ലൈൻ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അതില്ല. ഞാൻ ആ ഭാഗം കുറച്ച് വായിച്ച് കേൾപ്പിച്ചു തരാം. എന്നിട്ട് അവരും നമ്മളുമൊക്കെ എവിടെ നിൽക്കുന്നു, ഈ സമുദായത്തിൽ ഓരോരുത്തരും രക്ഷപ്പെടണം. നമ്മുടെ ആഗ്രഹം അതാണ്. ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ നിങ്ങൾ നോക്കി, ഇതിന്റെ 3-ാമത്തെ ചാപ്റ്റർ പരിശുദ്ധ പാരമ്പര്യം എന്നാണ് ഇതിന്റെ 3-ാമത്തെ ചാപ്റ്റർ. ഞാൻ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് വായിച്ച് കേൾപ്പിച്ചു തരാം. ഏതൊരു വിശ്വാസവും ആചാരവും ഇസ്ലാമിൻ്റെതായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അടിവരയിടണം. നമുക്ക് മരിച്ചു പോയിട്ട് പടച്ചവനെ കണ്ടുമുട്ടണം, അവിടെ രക്ഷപ്പെടണം. ഇഹലോകത്ത് എന്തും നടക്കട്ടെ, അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. കേട്ടോളൂ നിങ്ങൾ. ഏതൊരു വിശ്വാസവും ആചാരവും ഇസ്ലാമിൻ്റെതായി അംഗീകരിക്കപ്പെടണമെങ്കിൽ ശറഇന്റെ രേഖക്കത് പൂർണ്ണമായി വിധേയമായിരിക്കണം എന്ന് നാം മനസ്സിലാക്കി. ഇതൊരു സുന്നി പറയുന്നതാണ്, ഗ്രാൻഡ് മുഫ്തി, AP സുന്നികളുടെ ഗ്രാൻഡ് മുഫ്തിയായ പൊന്മളക്കാരൻ പറയുന്ന വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭ്യമാകുന്നത് മാത്രമേ ശറഈ രേഖയായി പരിഗണിക്കപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാതെ സമർത്ഥിക്കപ്പെടുന്നതൊന്നും തന്നെ ശറഈ രേഖയായി കണക്കാക്കാനൊക്കില്ല. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടാതെ, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടാതെ, നബി വഫാത്താകുന്നതിന് മുമ്പ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ശറഈ രേഖയായി പരിഗണിക്കൂലെന്ന ഈ വാദം എഴുതി എന്നതല്ലാതെ ജീവിതത്തിലില്ല. ഈ വാദം എഴുതി എന്നതല്ലാതെ ജീവിതത്തിലില്ല. എന്നിട്ട് ഇതിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നതിലെ ഒരു ഭാഗം ഇതിന്റെ പേജ് 17 നിന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. 1. ഉത്തമ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമോ ശറഈ ലക്ഷ്യങ്ങളുടെ പിൻബലമോ ഉള്ള വിശ്വാസാചാരങ്ങൾ മാത്രമേ ഇസ്ലാമിന്റേതായി ഗണിക്കപ്പെടുകയുള്ളൂ.
ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നബിദിനം ഇസ്ലാമികമാണോ എന്നുള്ളതിന് ഒരു വാദപ്രതിവാദത്തിന് കരാർ എഴുതേണ്ട ഒരു അവസ്ഥ ഇവിടെ വന്നു. അതുപോലെ ഇവിടെ തൊട്ടടുത്ത ചേലേമ്പ്രയിലും വന്നു. അന്ന് എ പി സുന്നികൾ നബിദിനം ഇസ്ലാമികമാണെന്ന് എഴുതിയില്ല. ഇവിടെയും എഴുതി. നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാം. മുസ്ലിം സമുദായത്തെ കൊണ്ട് ജന്മദിനം ആഘോഷിപ്പിച്ച് അതിന്റെ പേരിൽ ശാപ്പാടുണ്ടാക്കി കഴിച്ചു നടക്കുന്നത് പുണ്യകർമ്മമാണെന്ന് പറയുകയും അത് ഖുർആനിന്റെയും ഹദീസിന്റെയും സച്ചരിതരായ മുൻഗാമികളുടെയും പിൻബലമുണ്ടെന്ന് പറയുകയും ചെയ്യുകയും എന്നാൽ ഒരു സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കുന്നിടത്തെത്തുമ്പോൾ അനുസ്ലാമികമെന്ന് നിങ്ങൾ തെളിയിക്കി, എന്നിട്ട് പിന്നെ വ്യവസ്ഥ നിശ്ചയിച്ച് പിന്നെ ഞങ്ങൾ വേറെ തെളിയിക്കാം എന്ന് പറയുന്നത് വാദപ്രതിവാദത്തിന്റെ ബാലപാഠം അറിയുന്നവർ പറയാൻ പറ്റുന്ന കാര്യമല്ല. നേരത്തെ ഒരു വാചകം, ഒരു ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും പറഞ്ഞുവല്ലോ, അൽ ഹുജ്ജത്തു അലൽ മുദ്ദഈ എന്നാണ്. വാദം സ്ഥാപിക്കുന്നവനാണ് ഹുജ്ജത്ത് ഹാജരാക്കേണ്ടത്. ജന്മദിനം ആഘോഷിക്കണം, അത് സുന്നത്ത് എന്ന് പറയുന്നവനാണ് തെളിവ് ഹാജരാക്കേണ്ടത്. ആ നിലക്ക് തങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല എന്നല്ല. ഇവിടുത്തെ തർക്കം റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കലാണ്. അതിൽ ഞങ്ങളുടെ വാദം എഴുതാനും തെളിവ് നിരത്താനും ഞങ്ങൾ സന്നദ്ധമാണ്. ആ വിഷയത്തിൽ ഒരു കക്ഷിയുടെ വാദമല്ല. വിഷയത്തിൽ രണ്ട് കക്ഷിയാണ് തർക്കമെങ്കിൽ രണ്ട് കക്ഷിയുടെ വാദം എഴുതുകയും രണ്ട് കക്ഷികളും തങ്ങളുടെ വാദം അവതരിപ്പിക്കുകയും ചെയ്തതാണ് നാളിതുവരെ കഴിഞ്ഞ വാദപ്രതിവാദത്തിന്റെ ചരിത്രം. അത് ഇസ്തിഗാസയാണെങ്കിലും തവസ്സുലാണെങ്കിലും ജുമുഅ ജമാഅത്താണെങ്കിലും ജുമുഅ ഖുത്ബയുടെ ഭാഷയാണെങ്കിലും അതിലൊക്കെ അറബല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്നത് അനുവദനീയമാണ് എന്ന്, അത് കഴിഞ്ഞിട്ട് മതി ഹറാമാന്നുള്ളത് ഞങ്ങൾ പറയലെന്നല്ല. ഇസ്തിഗാസ ശിർക്കാണ് എന്ന് നിങ്ങൾ തെളിയിച്ചിട്ട് അത് അനുവദനീയമാണ് എന്ന് പിന്നൊരു വ്യവസ്ഥ ചെയ്ത് വേറെ വാദപ്രതിവാദം എഴുതാനല്ല. ഇങ്ങനെ സ്ത്രീ ജുമുഅ ജമാഅത്ത് അത് ഹറാമാണ് എന്ന് ഞങ്ങൾ വാദിക്കുന്നു, നിങ്ങൾ സുന്നത്താണ് എന്ന് വാദിക്കുന്നു, അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് വാദിക്കുന്നു. അത് അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്ന് നിങ്ങൾ വാദിച്ചതിന് ശേഷം പിന്നീട് ഒരു വ്യവസ്ഥ എഴുതിയിട്ട് ഞങ്ങൾ മറ്റൊന്ന് സമർത്ഥിക്കാമെന്നല്ല. ഇവിടെയും എഴുതിയില്ല. എന്തുകൊണ്ട് കൂട്ടരെ ധൈര്യമില്ല? കാരണം എന്താണ്? കേട്ടോളൂ, ഇതെന്താ വാചകം? ഉത്തമ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമോ ശറഈ ലക്ഷ്യങ്ങളുടെ പിൻബലമോ ഉള്ള വിശ്വാസാചാരങ്ങൾ മാത്രമേ ഇസ്ലാമിന്റേതായി ഗണിക്കപ്പെടുകയുള്ളൂ. ഇവിടെയാണ് ഉത്തമ നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. അതേതാ? അത് നബിദിനത്തിനില്ല എന്ന് നമ്മളല്ല, അവര് തന്നെ എഴുതി. സുന്നി വോയിസ് 2000 ജൂലൈയിൽ അവരെഴുതിയതെന്താണ്? 3 നൂറ്റാണ്ടിലെ ഉത്തമരായ മുസ്ലിങ്ങളാരും ഈ നബിദിനം കൊണ്ടാടിയിട്ടില്ല. കണ്ടോ, ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരും ഈ നബിദിനം കൊണ്ടാടിയിട്ടില്ല. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും ഉത്തമമായ തലമുറ അവർ ചെയ്യാത്തത് നമുക്ക് പാടില്ലെന്നാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം നബിദിനം ഇസ്ലാമികമാണ് എന്നെഴുതാൻ അവർ മടിച്ചത്. നബിദിനം അനിസ്ലാമികമാണ് എന്ന് നമ്മൾ എഴുതി. പക്ഷേ നബിദിനം ഇസ്ലാമികമാണെന്ന് എഴുതാൻ തയ്യാറാകാതെ ചർച്ച അലസിപ്പിരിയുകയാണ് ഉണ്ടായത് എന്ന വസ്തുത പ്രിയങ്കരരായ സമസ്തയിലെ ഇരു സമസ്തകളിലെയും ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്നത് എന്താണ്? നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ കാലശേഷം ഒരുപാട് ഭിന്നതകൾ നിങ്ങൾ ഈ സമുദായത്തിൽ കാണും. ഭിന്നത ഉണ്ടാവൂല എന്നല്ല, ഭിന്നത ഉണ്ടാകും. ഭിന്നതയെക്കുറിച്ച് ദുഃഖിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. മുസ്ലിങ്ങൾ ഭിന്നിച്ചുപോയി. മോനെ, ഭിന്നിക്കുമെന്ന് റസൂല് 3 കാര്യം ആവശ്യപ്പെടുകയാണ് അല്ലാഹുവിനോട്. ഒന്ന്, ഈ ഉമ്മത്ത് സമൂലമായി തുടച്ചു മാറ്റപ്പെടരുത് പ്രകൃതി ദുരന്തത്തിലൂടെ. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച അല്ലാഹുവിനോട്. അല്ല പറഞ്ഞു, അതെ, അങ്ങനെ സംഭവിക്കില്ല. മറ്റൊന്ന്, മറ്റുള്ളവരുടെ അക്രമം കൊണ്ട് ഈ സമുദായം പൂർണ്ണമായി നിഷ്കാസിതമാകരുത്. അല്ലാഹു അതും ഏറ്റു. മൂന്നാമതായി, ഈ ഉമ്മത്ത് ഭിന്നിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് അല്ലാഹു ഏറ്റില്ല, ഭിന്നിക്കുമെന്ന് പറഞ്ഞു. ഭിന്നിച്ചാൽ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ വിഷയം. വസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ഭിന്നതകൾ നിങ്ങൾ കാണും. ഒരുപാട് ഭിന്നതകൾ. 73 വിഭാഗമായി ഈ ഉമ്മത്ത് പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. അത് ഞങ്ങളാണെന്ന് സമസ്ത പറയും. വാദിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ കുൽ ഹാത്തു ബുർഹാനക്കും, സൂറത്ത് ബഖറ 111. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ തെളിവുദ്ധരിക്ക്, ഞങ്ങൾ ഉദ്ധരിക്കാം. നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക ഏത് വിഷയവും.
ബഹളമില്ലാതെ, കല്ലേറില്ലാതെ, കൂക്കുവിളിയില്ലാതെ, തക്ബീർ തൊഴിലാളികളുടെ അകമ്പടിയില്ലാതെ, തക്ബീർ തൊഴിലാളികളുടെ അകമ്പടിയില്ലാതെ പ്രമാണങ്ങളെ ഞങ്ങൾക്കിന്ന് ബോധ്യപ്പെടുക. ഇന്ന കാര്യം പ്രമാണത്തിലില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ്. അത് ഉപേക്ഷിക്കും ഞങ്ങൾ. നേരെ മറിച്ച് പ്രമാണത്തിലുണ്ട് എന്നൊരു കാര്യം ഞങ്ങൾക്കിന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങളത് സ്വീകരിക്കുകയും ചെയ്യും. കാരണം ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, സൂറത്തുൻ നൂർ 24-ാം അധ്യായം 47 മുതൽ 54 വരെയുള്ള വചനം. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, ഒരു സത്യവിശ്വാസിയുടെ വാക്ക്. അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നതായിരിക്കും. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു ഞങ്ങളെ ആ സ്വഭാവത്തിൽ ഉറപ്പിച്ചു നിർത്താമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയാനുള്ളതും ഈ ഒരു കാര്യമാണ്. ഏത് കാര്യവും അങ്ങനെ ഭിന്നിപ്പുണ്ടായാൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ആ അൽയൗമ എന്ന പദപ്രയോഗം ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരവസ്ഥയിലാണോ, ഏതൊരു വിശ്വാസവും ഏതൊരാചാരവും ഏതൊരു കർമ്മവുമായി ജീവിക്കുന്നുവോ അതിൽ നിലകൊണ്ടവർ. അൽയൗമ എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പെർട്ടിക്കുലർ ഡേ. ജൂതന്മാർ പറഞ്ഞ അതാണ്. ഏത്? സൂറത്ത് മാഇദയിലെ 5-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം ഇറങ്ങിയല്ലോ. ആ വചനം ഇറങ്ങിയപ്പോ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും, ഇത് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു തന്നു. അതിൽ കൂട്ടേണ്ട ആവശ്യമില്ല, കുറയ്ക്കേണ്ട ആവശ്യമില്ല. അൽ യൗമ ഒരു പെർട്ടിക്കുലർ ഡേ, ഒരു പെർട്ടിക്കുലർ ഡേ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ഇസ്ലാമിക ചരിത്രത്തിൽ. അത് ദുൽഹജ്ജ് 9 ഇത് ഞാൻ പറയുന്നതല്ല, ഇത് സുന്നികളുടെ പരിഭാഷയാണ്. സുന്നികളുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്, സുന്നി പബ്ലിക്കേഷൻ സെന്റർ. ഇതില് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർണ്ണമാക്കുകയും എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരികയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. അനുഗ്രഹം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ അനുഗ്രഹമല്ല, ഖുർആനാകുന്ന അനുഗ്രഹം, റസൂലാകുന്ന അനുഗ്രഹം, ഇസ്ലാമാകുന്ന അനുഗ്രഹം. ഇത് 3 അതിൽ വരും എന്ന് പണ്ഡിതന്മാർ പറയും. ഈ 3 അനുഗ്രഹത്തെയും നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് KV മുഹമ്മദ് മുസ്ലിയാർ പറയാൻ എന്താ പറയുന്നത്? ദീൻ പൂർത്തിയാക്കി, അടിവരയിട്ടോളൂ, ദീൻ പൂർത്തിയാക്കി എന്ന് വെച്ചാൽ ദീനിൽ വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും എന്തൊക്കെയാണോ അതെല്ലാം അറിയിച്ചു തന്നു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ് എന്നത്രേ. അതിനാൽ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ഇനിമേലിൽ യാതൊരു കാരണവശാലും അതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. ഇത് APK സുന്നികൾ അംഗീകരിക്കുന്നില്ല കേരളത്തിൽ. ഇതാണ് ഞങ്ങൾക്കുള്ള ദുഃഖം. ഞങ്ങളിത് അംഗീകരിച്ചവരാണ്. ഈ പറഞ്ഞ പരാമർശം ഞങ്ങളെ വകയായി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നല്ലൊരു വിഷയമാണ്, നിങ്ങൾ കേട്ടോളൂ. എന്ത്? മുജാഹിദുകൾ ചെയ്യുന്നൊരു ബിദ്അത്തിന് ഉദാഹരണം ഇന്ന് വരെ സുന്നികൾ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. കേട്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പേരോടിന്റെ ഏതെങ്കിലും ഒരു കേസറ്റിൽ ഇതാ മുജാഹിദിൽ നബി പഠിപ്പിക്കാത്തൊരു പുതിയത് കൊണ്ടുവന്ന് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് എന്താ പറയാറുള്ളത്? അത് മുജാഹിദിലോ ഒന്ന് ആദ്യം മനസ്സിലായിക്കോളി. അതെന്താ? ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം. സുബൈക്കുള്ള കുനൂത്ത് ഉണ്ടല്ലോ, ആ കുനൂത്ത് മുജാഹിദുകൾ സുന്നത്തായ കുനൂത്ത്, അവരുടെ വാദം സുന്നത്തായ കുനൂത്ത് മുജാഹിദുകൾ ഉപേക്ഷിക്കുന്നു. സുബൈക്ക് മുജാഹിദുകൾ ഒരു ബിദ്അത്ത് ഉണ്ടാക്കി എന്നവർ പറയുന്നില്ല. ഉള്ള ഒരു സുന്നത്ത് ചെയ്യുന്നില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലായിക്കോട്ടെ. അതൊരു വല്ലാത്ത പോയിന്റാണ്, എന്നെ അപാരമായി സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതാണ് എന്റെ ചിന്തയിൽ. രണ്ടാമത്തെ കാര്യം എന്താ? ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന ഉണ്ടല്ലോ, അത് സുന്നത്താണെന്നും അത് മുജാഹിദുകൾ ഉപേക്ഷിക്കുന്നു എന്നാണ്. ഫർള് നിസ്കാരത്തിന് ശേഷം മുജാഹിദുകൾ ഒരു ബിദ്അത്ത് ഉണ്ടാക്കി എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, മുജാഹിദുകൾ ഒരു ബിദ്അത്ത്, ബിദീ പ്രസ്ഥാനം എന്ന് പറയല്ലാതെ ഒരു ബിദ്അത്ത്. ഉദാഹരണം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് 33 വട്ടം ചെല്ലണം. മുജാഹിദുകൾ അത് 36 ആക്കിയിട്ടില്ല. മുജാഹിദുകൾ അത് 32 ആക്കിയിട്ടില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹു അക്ബർ 34 വട്ടം ചെല്ലണം. മുജാഹിദുകൾ അത് 33 ആക്കിയില്ല, 35 ആക്കിയില്ല. സുബൈ 2 റക്അത്ത് മുജാഹിദുകൾ 4 ആക്കിയില്ല. ഇല്ല, റസൂലുള്ളാഹി ഇബ്രാഹിമിയ സ്വലാത്ത് പഠിപ്പിച്ചു. മുജാഹിദുകളുടെ വക ഒരു സ്വലാത്ത് മുജാഹിദുകൾ ഉണ്ടാക്കിയില്ല. പിന്നെ സുന്നികൾ എന്താ ചെയ്യാറുള്ളത്? ഓരോ പുതിയ കാര്യം ഉണ്ടാക്കൂ,
അത് ബിദ്അത്തല്ല സുന്നത്താണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. നേരെ മറിച്ച് മുജാഹിദുകൾ ഒരു ബിദ്അത്ത് ചെയ്യുന്നു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. മുജാഹിദുകളെ മുശ്രിക്ക് എന്ന് വിളിച്ച ഒരേ ഒരാൾ നാട്ടിക പിന്നെ മുസ്ലിയാരാണ് ഗ്രന്ഥത്തിലെ തൗഹീദും ശിർക്കുന്നുള്ളതിൽ. അല്ലെ ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണ്. നേരെ മറിച്ച് വ്യാപകടിസ്ഥാനത്തിൽ ഇരു സമസ്തകളും മുജാഹിദുകളെ മുശ്രിക്കുകൾ എന്ന് പറയാറില്ല. കാരണം മുജാഹിദുകൾ ശിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ തൗഹീദിന്റെ ഭാഗമായി ചെയ്യുന്നു എന്നവർ കരുതുന്ന ശിർക്കിനെ അവർ ശിർക്ക് ചെയ്യുന്നു, അതിനെ നമ്മൾ ശിർക്ക് എന്ന് വിളിക്കുന്നു, അവരതിനെ തൗഹീദിന്റെ ഭാഗമായി കാണുന്നു. ഈ ഒരു പോയിന്റ് ഒരിക്കലും മറക്കരുത്. നിങ്ങളൊരു ഉസ്താദിന്റെ മുജാഹിദുകൾ ചെയ്യുന്ന ഒരു ബിദ്അത്തിന് ഉദാഹരണം പറയുന്നു പറഞ്ഞു നോക്കൂ, എന്ന് പറയും. സാധിക്കില്ല. മുജാഹിദുകൾ നേരെ മറിച്ച് സുന്നത്ത് എടുത്തില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇസ്ലാമിക ദിട്ടിയ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ പറഞ്ഞ സുന്നത്താണോ അല്ലേ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. എല്ലാ സുന്നത്തും ഒരു മനുഷ്യൻ എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. അത് റസൂൽ തന്നെ പറഞ്ഞു. റസൂൽ തന്നെ പറഞ്ഞു എന്ത് ഒരു ഹദീസിൽ, ഞാൻ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം, ഉപേക്ഷിച്ചതിനെ നിങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് റസൂൽ ഹദീസിൽ പറഞ്ഞു മസ്തത്തായത്തും കഴിവിന്റെ പരമാവധി, നല്ലത് കൊണ്ടുവരുന്നതൊക്കെ കഴിവിന്റെ പരമാവധി. ചീത്തയെ പറ്റി പറഞ്ഞപ്പോ ബിദ്അത്തിനെ പറ്റി അത് കുറച്ചൊക്കെ എടുത്തോളി കുറച്ചൊക്കെ ഉപേക്ഷിച്ചോളി എന്നല്ല, അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നാ പറഞ്ഞത്. കണ്ടോ? അപ്പൊ എല്ലാ സുന്നത്തും ഒരാൾക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ ഒരൊറ്റ ബിദ്അത്തും എടുക്കൂല. അതാണ് കാരണം ബിദ്അത്തിന് മതത്തിലുള്ള പ്രശ്നം എന്താ അറിയുന്നത്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെക്കാളും കള്ളുകുടിയേക്കാളും ഒക്കെ വലിയ തെറ്റാണ് ബിദ്അത്ത്. ഇത് ഞാനല്ല പറയുന്നത്, പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതാണ്. ബിദ്അത്ത് ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ തിന്മയാണ്. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്ന ആ തിന്മയേക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്ത്. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയും പറഞ്ഞു. ഇത് വളരെ നേരത്തെ ഒരു പ്രഭാഷണത്തിൽ എനിക്കൊരു സ്ഥലത്ത് ഉദ്ധരിക്കേണ്ടി വന്നു. അത് ജനങ്ങൾ ക്ലിപ്പിംഗ് ആക്കി. വ്യഭിചാരത്തെക്കാളും കള്ളുകുടിയേക്കാളും വലിയ തിന്മയാണ് ബിദ്അത്ത് എന്ന് ഞാൻ പറയുന്നു. ഇത് ഇസ്ലാമിലുള്ളതാണ്. സുഫിയാൻ സൗരി പറഞ്ഞതാണ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം അക്രമങ്ങളെക്കാളും ബിദ്അത്താകുന്നു. കാരണം ബിദ്അത്തിന് തൗബല്ല, ബിദ്അത്തിന് പശ്ചാത്താപമില്ല, ബിദ്അത്ത് ചെയ്തവന് പശ്ചാത്തപിക്കില്ല. വ്യഭിചരിച്ചവന് പശ്ചാത്താപമുണ്ട്, കള്ളുകുടിച്ചവന് പശ്ചാത്താപ മനസ്ഥിതിയുണ്ട്. കാരണം ബിദ്അത്ത് സുന്നത്തിന്റെ സ്ഥാനത്താണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്. നേരത്തെ കുപ്പിയിൽ വെള്ളത്തിന്റെ ഉദാഹരണം പറഞ്ഞു തന്നില്ലേ, അതുപോലെ. അതുകൊണ്ട് തന്നെ ദീനിലെ ഒരു സുന്നത്ത് പുറത്തേക്ക് പോയിട്ട് ഒരു ബിദ്അത്ത് അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ആ ബിദ്അത്താണ് ദീൻ. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇനി ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ ഒരു വൈഭവവും പടച്ചറബ് എനിക്ക് തന്നിട്ടില്ല. എനിക്ക് തന്നതിന്റെ മാക്സിമം റബ്ബേ ഉപയോഗിക്കുന്നു എന്ന് നിനക്കറിയാം. ഞാൻ വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. ഇപ്പൊ മലപ്പുറത്തെ സ്ഥലത്ത് തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞു. ഇത് ദീനാണ് എന്ന് ഒരാൾ എങ്ങനെ കരുതുക എന്നറിയോ? 10 കൊല്ലത്തിനുള്ളിൽ ജനിച്ചൊരു കുട്ടിയില്ലേ, അതായത് 10 കൊല്ലത്തിനുള്ളിൽ ജനിച്ചൊരു കുട്ടി, അവനൊരു ഓർമ്മ വെച്ച പ്രായം മുതൽ അവൻ കാണുന്നത് ബാപ്പയും ഇക്കാക്കയും ബാക്കിയുള്ള വീട്ടിലുള്ള ആണുങ്ങളൊക്കെ മലപ്പുറത്തെ സ്ഥലത്തിലേക്ക് പോകുന്നതാണ്. കുറച്ച് വഹാബികൾ തൊട്ടടുത്ത പള്ളിയിൽ എഴുത്തിക്കാപ്പിരിക്കുന്നു. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ എന്താ? ഈ കുട്ടി ചോദിക്കും, ഉസ്താദെ നമ്മളൊക്കെ മലപ്പുറം സലാത്തിലേക്ക് സുന്നത്തായ സലാത്ത് വാർഷികത്തിന് പോകുമ്പോ വഹാബികൾ പള്ളിയിൽ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പൊ കുട്ടിയുടെ മനസ്സിൽ മലപ്പുറത്തേക്ക് പോകൽ സുന്നത്തും പള്ളിയിലിരിക്കൽ ബിദ്അത്തുമാണ്. ഇനി ഇതൊരു 100 കൊല്ലം കഴിഞ്ഞാലോ എഴുത്തിക്കാപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ ഇസ്ലാമിൽ ഉണ്ടായിരുന്നില്ല, സലാത്ത് വാർഷിക അല്ലാതെ എന്ന് ഇവർ പറയും. AP സുന്നികൾ ചിലപ്പം പറയും. കാരണം എന്താ അറിയോ? ഓട്ടോറിക്ഷ എപ്പാത്തിരിക്കുക, മഴ എപ്പോഴാ പെയ്യുക, AP സുന്നികൾ എന്താ പറയാ, ദുനിയാവിലൊരാൾക്കും പറയാൻ പറ്റൂല. കരുതണം, വളരെ വളരെ ശ്രദ്ധിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരികൾ ആരാന്ന് ചോദിച്ചാൽ കേരള മുസ്ലിം ജനതയ്ക്ക് ഏറ്റവും വലിയ പരീക്ഷണം ഞാനാ പറഞ്ഞ ടീമാ. ഈമാനാ കൊള്ള ചെയ്യുന്നത്, ഇസ്ലാമാ കൊള്ള ചെയ്യുന്നത്. മുസ്ലിം കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം കൊടുത്തു, എന്നിട്ടോനെ മുശ്രിക്കും കാഫിറായിട്ട് മരിപ്പിക്കുക. എന്തൊരു ദയനീയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പ്രവാചകനോ ഒരു വേദഗ്രന്ഥോ കിട്ടാത്ത മറ്റു മതസമൂഹം എത്തിപ്പെടുന്ന ഒരു ദുരന്തത്തിലേക്ക് ഇത് കിട്ടിയ ഒരു ജനത എത്തിപ്പോവുക. എത്ര ഖേദകരമാണ്. എന്റെ വാക്കുകൾക്ക് ദ്വയാർത്ഥങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. ആത്മാർത്ഥമായി പറയാണിത്, ആത്മാർത്ഥമായി പറയാണിത്. ഈ ഉമ്മത്ത് രക്ഷപ്പെടണമെന്ന നിലയിൽ പറയാണിത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. വിശ്വാസരംഗത്ത് പ്രമാണങ്ങളിൽ നിന്ന് ഈ ജനത അകന്നിട്ടുണ്ടോ? ഉണ്ടോ? വിശ്വാസരംഗത്ത് ഈ ജനത പ്രമാണങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് ഈ ഉമ്മത്തിന് സംഭവിച്ച പരാതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ മുശ്രിക്കുകളുടെ പ്രശ്നം എന്താണ്? ഈ ഒരു പോയിന്റ് ഇന്ന് നിങ്ങൾ ശരിക്കൊന്ന് പഠിക്കണേ. അതായത് മക്കയിലെ മുശ്രിക്കുകൾ അവരെന്തുകൊണ്ട് മുശ്രിക്കായി? ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ അറിയുക, ഒരാൾ മുശ്രിക്കാകണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകണം.